പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പൊതുമുതൽ നശിപ്പിക്കുന്ന ദുഷ്കൃത്യം ആരും ചെയ്യരുത്. ഒരു കഥ കേൾക്കൂ. അവസാന പരീക്ഷ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം രക്ഷപ്പെട്ടു. ഇനി നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. കൂട്ടുകാർ ഒരുമിച്ച് സ്കൂളിലെ ബാത്റൂമിന് സമീപം ഒത്തുചേർന്നു. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, തവിട് പൊടിയാക്കിയിട്ടേ ഉള്ളൂ. അവർ ആ വാട്ടർ ടാങ്കിൽ മാലിന്യം കലക്കി. ഒരു ക്ലാസ് റൂം, ഈ പഴഞ്ചൻ ക്ലാസ് റൂമൊക്കെ ഇവർ പുതുക്കി പണിയട്ടെ, നമുക്കിത് തകർത്തിട്ടേ ഉള്ളൂ. കയ്യിൽ കിട്ടിയ കല്ലും വടിയും ഉപയോഗിച്ച് ക്ലാസ് റൂമിൻ്റെ ഓടുകൾ അവർ എറിഞ്ഞു പൊട്ടിച്ചു. ഇത്രയും നാൾ പഠിച്ച വിദ്യാലയമെന്ന ചിന്തയില്ലാതെ തങ്ങളുടെ പഠനം കഴിഞ്ഞ് അവസാന പരീക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സ്കൂളിന് നൽകിയ സമ്മാനമാണ്. ഹെഡ് മാസ്റ്ററും മറ്റ് അധ്യാപകരും ശബ്ദം കേട്ട് ഓടി വന്നു. എന്താ കുട്ടികളെ ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇത്രയും കാലം പഠിച്ച സ്കൂൾ നശിപ്പിച്ചിട്ട് പോവുകയാണോ? ഇത്രയും കാലവും ഞങ്ങളിവിടെ വളരെ കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞത്. മിണ്ടാനും ചിരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്, അതൊന്ന് ആഘോഷിച്ചിട്ടേ ഉള്ളൂ. അവർ അട്ടഹസിച്ചു. കൊള്ളാം, നല്ല സ്വാതന്ത്ര്യം. കുറച്ച് ദിവസം കഴിയുമ്പോൾ പരീക്ഷാഫലം വരും. മറ്റേതെങ്കിലും സ്കൂളിൽ ചേരാൻ പോകുമ്പോൾ, കോളേജിൽ ചേരാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി തന്നേക്കാം. ഹെഡ് മാസ്റ്റർ ദേഷ്യം കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. അയ്യോ സാറേ, അത് ഒന്നും പറയണ്ട. നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. എൻ്റെ മക്കളെപ്പോലെ സ്നേഹിച്ച നിങ്ങൾ ചെയ്ത പണി കൊള്ളാം. കായികാധ്യാപകൻ കലിപൂണ്ട് പറഞ്ഞു. അധ്യാപകർക്കെല്ലാം വലിയ ദുഃഖവും നിരാശയും ഉണ്ടായി. എൻ്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ. ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളൊന്ന് ആഘോഷിച്ചതല്ലേ. നല്ല ആഘോഷമായി. ഏതായാലും ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ അനിയന്മാർക്കോ അനിയത്തിമാർക്കോ ഉപയോഗിക്കാനുള്ള വാട്ടർ ടാങ്കാണ് നിങ്ങൾ നശിപ്പിച്ചത്. അത് വൃത്തിയാക്കണം. ആ വെള്ളം വെറുതെ കളഞ്ഞാൽ പറ്റില്ല. ഓരോ ബക്കറ്റായി വെള്ളം മുക്കി ഈ സ്കൂളിലെ ചെടികളെല്ലാം നനയ്ക്കണം, വലിയ മരങ്ങളും നനയ്ക്കണം. എന്നിട്ട് ടാങ്ക് കഴുകി വൃത്തിയാക്കണം. അത് ഞങ്ങൾ ചെയ്യാം. ഓട് മാറ്റിയിടണം. നിങ്ങൾ ഓരോ പണിക്കൊക്കെ പോയി പോക്കറ്റ് മണി കിട്ടിയിട്ടില്ലേ, അത് ഉപയോഗിച്ചാൽ മതി. വീട്ടിലുള്ളവരെ കഷ്ടപ്പെടുത്തണ്ട. ഈ ഓടെല്ലാം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വരണം. നിങ്ങൾ തന്നെ മാറ്റിയിടണം. പരിസരമെല്ലാം വൃത്തിയാക്കണം. എന്നിട്ട് ആലോചിക്കാം നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. അയ്യോ സാറേ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങളെല്ലാം ചെയ്തോളാം. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ച് അഹങ്കരിക്കരുത്. നാളെയും നമുക്ക് കാണേണ്ടതാണ്. ഇത്തരം പണി ആരും ചെയ്യരുത്. ഹെഡ് മാസ്റ്റർ പറഞ്ഞപ്പോൾ കുട്ടികൾ തല കുനിച്ച് നിന്ന് കേട്ടു.